നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനെ പറ്റിയാണ് ചിന്തിച്ചത്. 4 സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, ദ ഡിവോഷണൽ സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, ദ ലിബറൽ സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ദ ലിറ്ററൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതിലെ രണ്ടാമത്തെ സ്കൂളിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ദ ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ ബൈബിളിനെ അല്ലെങ്കിൽ മറ്റൊരു മതഗ്രന്ഥത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണമെന്നുള്ള കൃത്യമായ ഒരു മാർഗദർശനം കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ, ഡിവോഷണൽ എന്ന വാക്ക് തന്നെ നമുക്കറിയാം ഡിവോഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു പദമാണ്, ഒരു ആഡ്ജക്റ്റീവാണ്, നാമവിശേഷണമാണ്. ഡിവോഷണൽ, ഡിവോഷൻ, ഭക്തി, ദൈവത്തോടുള്ള സ്നേഹം, ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന വൈകാരികമായ ഒരനുഭവം കൂടെയാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് നാടകീയമായിട്ടുള്ള ഒന്നല്ല. ഇന്ന് കൂടുതൽ നാടകീയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും നന്നായിട്ട് ആരാണ് ഭക്തി അഭിനയിക്കുന്നത്, അത്തരം ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡുള്ളൊരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഭക്തി എന്നുകൂടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, ഈ ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഈ മതഗ്രന്ഥങ്ങളെ മനസ്സിലാക്കുക, ഏതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക, ഏത് ഫോക്കസ് വെച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം ചിന്തിക്കുമ്പോൾ റിലീജിയസ് സ്ക്രിപ്ചറിനെ ഈശ്വരനുമായിട്ടുള്ള പേഴ്സണൽ ഡിവോഷൻ്റെ ഭാഗമായി, വ്യക്തിപരമായ ഭക്തിയുടെ ഭാഗമായി, അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള വൈകാരിക ബന്ധത്തിൻ്റെ ഭാഗമായി, ആധ്യാത്മിക അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റിലീജിയസ് സ്ക്രിപ്ചറുകളെ മനസ്സിലാക്കുന്നത്. അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറയുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിട്ടുള്ള ഹിഡൻ മീനിങ്ങുകളും സിംബലുകളുമൊക്കെയാണ് നമ്മൾ പരതുന്നത്. എന്നാൽ ഇവിടെ ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഏതൊരു മതഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോഴും വ്യക്തിപരമായി നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി സഹായകമാകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അന്വേഷിക്കാറുള്ളൂ, വേറൊരു കാര്യവും നമ്മൾ അന്വേഷിക്കാറില്ല. അതുപോലെ തന്നെ ഇത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്, ഡിവോഷണൽ സ്കൂൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മുൻഗണന നൽകുന്നത്, പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ദ ഹാർട്ട് ആൻഡ് ഫെയ്ത്ത്, നമ്മുടെ ഹൃദയവും വിശ്വാസവും എന്ന 2 കാര്യമാണ്. ഇതെന്തിൻ്റെ മുകളിൽ വരുമെന്ന് ചോദിച്ചാൽ, ഹൃദയത്തെയും വിശ്വാസത്തെയും ഇൻ്റലക്റ്റിൻ്റെ മുകളിൽ നമ്മൾ സ്ഥാപിക്കുകയാണ്. ഭൗതിക തലങ്ങളുടെ മുകളിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെയും നമ്മളുടെ വിശ്വാസത്തെയും സ്ഥാപിക്കുന്ന ഒരനുഭവത്തെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ മുൻതൂക്കം കൊടുത്ത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം പവിത്രമായ പുസ്തകങ്ങളെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ടു ബിൽഡ് എ ലവിങ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഡിവൈൻ. ദൈവീകമെന്ന് നമ്മൾ ചിന്തിക്കുന്ന, ഈശ്വരീയമെന്ന് നമ്മൾ കരുതുന്ന ആളുമായുള്ള സ്നേഹത്തിലൂന്നിയൊരു ബന്ധത്തെ നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്തരം പുസ്തകങ്ങളെ കാണുന്നത് എന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കുക. ഇനി ഡിവോഷണൽ സ്കൂളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക്, കുറച്ച് കീ ഫീച്ചേഴ്സ്, നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ആശയങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോക്കസ് ഓൺ ഭക്തിയാണ്. അതായത് ഡിവോഷന്, സ്നേഹത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു അനുഭവം. സ്ക്രിപ്ചറുകളെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്, പുസ്തകങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ടു ഇൻസ്പയർ ലവ്, സറണ്ടർ ആൻഡ് ഫെയ്ത്ത്. നമുക്ക് സ്നേഹമുണ്ടാവണം, നമുക്ക് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യാൻ തോന്നണം, സമർപ്പിക്കാൻ തോന്നണം, നമ്മുടെ ഉള്ളിൽ തന്നെ വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് തോന്നണം. ആരിലാണ് നമുക്ക് ആരോടാണ് സ്നേഹം ഉണ്ടാകേണ്ടത്? ഒരു ഡിവൈൻ എൻറ്റിറ്റി ഉണ്ട്, ദൈവീകതയോട്, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം, ദൈവത്തോടുള്ള വിശ്വാസം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത്. എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫോക്കസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് വിത്ത് ഗോഡാണ്. അപ്പം ഇൻ പ്രയേഴ്സ് നമ്മൾ എന്തൊക്കെ പ്രാർത്ഥനകൾ എവിടൊക്കെ ഇരുന്ന് ചെയ്താലും
ഭക്തി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻ്റലക്ച്വൽ തിങ്, ഇറ്റ് ഈസ് നോട്ട് എ ഫിലോസോഫിക്കൽ തിങ്. ഫിലോസഫിയും ഭക്തിയുമായിട്ട് വലിയ ബന്ധം നമുക്ക് അന്നേരം സ്ഥാപിക്കാൻ കഴിയില്ല. ബുദ്ധിയും ഭക്തിയുമായിട്ട് നമുക്ക് വലിയ ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. മറിച്ച് ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഇത്തരം പവിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ: ഹൗ ക്യാൻ വി ഇമോഷണലി ഇൻവോൾവ് വിത്ത് ഗാഡ് അവർ ഫിലോസോഫിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ അനാലിസിസ്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന വാക്യം വായിക്കുമ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ നടക്കുന്നതെന്നൊക്കെ നമ്മൾ ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ, ഈ വാക്യം ശരിയാണോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇൻ്റലക്ച്വലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഫിലോസോഫിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ വായന കൊണ്ട് നമുക്ക് ഭക്തി ഉണ്ടാവുന്നില്ല. ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതിനാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഫിലോസഫിക്കും അതുപോലെ ഇൻ്റലക്ച്വൽ അനാലിസിസിനും ഒക്കെ നമ്മൾ ഇത്തരം വായനകളിൽ പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കണം. രണ്ടാമത്തെ കീ ഫീച്ചർ എന്ന് പറയുന്നത് ഡിവോഷണൽ സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രട്ടേഷൻ്റെ ഒന്നാമത്തെ കീ ഫീച്ചർ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഭക്തിയാണ്. ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡിവൈൻ ആണ്, ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധമാണ്. അപ്പോൾ നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ല, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവം പേഴ്സണൽ ഫോംസിലാണ് മനുഷ്യർ ദൈവങ്ങളെ കാണുന്നത്, ഓരോ വ്യക്തികളിലൂടെ ദൈവങ്ങളെ കാണുന്നു. ഹൈന്ദവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ കൃഷ്ണൻ, അതുപോലെ തന്നെ രാമ, ക്രൈസ്തവരെ സംബന്ധിച്ച് ജീസസ് ക്രൈസ്റ്റ്, മുസ്ലിങ്ങളെ സംബന്ധിച്ച് അള്ളാഹ്, അങ്ങനെ ഓരോ പേഴ്സണൽ ഫോംസിൽ അവർ ദൈവത്തെ കാണുന്നു. ഇവിടെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: ദൈവത്തോടുള്ള സ്നേഹത്തെ ഉണർത്തുക, അതുപോലെ തന്നെ ദൈവത്തോടുള്ള താല്പര്യം നമ്മൾ വർദ്ധിപ്പിക്കുക, ബുദ്ധിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കുക. ഇത് ശരിക്കും ഈ ഒരു ഡിവോഷണൽ സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രട്ടേഷൻ ഇത്തരം മതഗ്രന്ഥങ്ങളെ ഭക്തി വളർത്താൻ വേണ്ടി വായിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഭക്തിക്ക് മാത്രമാണ് ഇവിടെ സ്ഥാനം, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിന് മാത്രമാണ് ഇവിടെ സ്ഥാനം, ഇവിടെ ദൈവവുമായിട്ടുള്ള വൈകാരിക ബന്ധത്തിന് മാത്രമാണ് സ്ഥാനം, മിസ്റ്റിക് എലമെൻറ്റുകൾക്കാണ് സ്ഥാനം, ഇവിടെ ഇൻ്റലക്റ്റിന് സ്ഥാനമില്ല, ബുദ്ധിക്ക് സ്ഥാനമില്ല, അതുപോലെ തന്നെ ജ്ഞാനത്തിന് സ്ഥാനവുമില്ല. മൂന്നാമത്തെ കീ ഫീച്ചർ എന്ന് പറയുന്നത്, മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രട്ടേഷൻ്റെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇറ്റ്സ് നോൺ റാഷണൽ ആൻഡ് മിസ്റ്റിക്കൽ. അപ്പോൾ ഇത് വളരെ നിഗൂഢമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് കാണാൻ കഴിയാത്ത, നിഗൂഢമായിട്ടുള്ള, തൊടാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നോൺ റാഷണലാണ്, യുക്തിസഹജമല്ല. അതായത് നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പുസ്തകങ്ങളിലൊക്കെ ധാരാളം അത്ഭുതങ്ങൾ ഉണ്ട്, മിറക്കിൾസ് ഉണ്ട്, മിസ്റ്ററീസ് ഉണ്ട്. അത് ദൈവികമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി നമുക്ക് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഒക്കെ കാണാൻ കഴിയുന്നു. എന്നാൽ ഇത് നമ്മൾ റാഷണലി ചിന്തിച്ചാൽ പ്രയാസമുള്ള കാര്യമാണ്. യേശു കടലിൻ്റെ മീതെ നടന്നു, അപ്പോൾ അദ്ദേഹം ഒരു യോഗിയായിരുന്നു എന്ന് ഇന്ന് ആളുകൾ പറയാറുണ്ട്. അല്ലെങ്കിൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചിന്തിച്ചാൽ, നമുക്ക് റാഷണലി ചിന്തിച്ചാൽ നമ്മുടെ ഭക്തി വളർത്താനായി നമുക്ക് പറ്റത്തില്ല. മറിച്ച് നമ്മൾ നോൺ റാഷണലായിട്ട് തന്നെ നമ്മളതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കവിതകൾ വായിച്ചാലും, പാട്ടുകൾ വായിച്ചാലും, കഥകൾ പഠിച്ചാലും നമ്മൾ അതിനകത്തെല്ലാം സത്യമാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കവിതകളും കഥകളും പാട്ടുകളുമൊക്കെ ആ പുസ്തകത്തിലെ ആ വേദവാക്യങ്ങളിലെ സത്യങ്ങളാണ് നമ്മളോട് പറയുന്നതെന്ന് ചിന്തിക്കുക. നാലാമത്തെ കീ ഫിഗർ എന്ന് പറയുന്നത് ഈ ഡിവോഷണൽ സ്കൂൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ടു ഓൾ. ദൈവം എന്ന് വിളിക്കാത്തൊരാൾക്ക് പോലും, ഒരു നിരീശ്വരവാദിക്ക് പോലും, അല്ലെങ്കിൽ ദൈവചിന്ത ഇല്ലാത്ത ആളുകൾ പോലും, അവർക്ക് ഒരു പക്ഷെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയാനെങ്കിലും കഴിയും. ആളുകൾ ഭക്തിക്ക് വേണ്ടിയാണ് ദൈവത്തോട് അടുക്കുന്നത് എന്നൊക്കെ പറയാനെങ്കിലും കഴിയും. അക്സെപ്റ്റബിൾ ടു ഓൾ ആണ്. അപ്പോൾ ഈ ഫിലോസോഫിക്കൽ സ്കൂളുകളാണെങ്കിൽ വലിയ പ്രയാസമാണ്. ഒത്തിരി തത്വചിന്തകളും
ഒത്തിരി ജ്ഞാന സങ്കേതങ്ങളും ജ്ഞാന ഉറവിടങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഫിലോസോഫിക്കൽ സ്കൂളുകൾ നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേങ്കിൽ ഡിവോഷണൽ ഇൻ്റർപ്രിട്ടേഷനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സ്കോളേഴ്സിന് മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഇറ്റ് ഈസ് ആക്സസിബിൾ ടു ഓൾ. ഏതൊരാൾക്കും അവരവരുടെ ആധ്യാത്മിക ജീവിതത്തെ, വ്യക്തിപരമായ ഈശ്വര ബന്ധത്തെ അത് കൃത്യമായി കൊണ്ടുവരാനായിട്ട് ഈ ഫിലോസോഫിക്കൽ ഈ ഒരു ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ സഹായകം ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹിന്ദുയിസം പരിശോധിക്കുമ്പോൾ ഭക്തി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഹിന്ദു ട്രഡീഷൻ്റെ, ഹിന്ദു പാരമ്പര്യത്തിൻ്റെ ആ ഡിവോഷണൽ സ്കൂളിൻ്റെ ഫൗണ്ടേഷനാണ് ഭക്തി മൊമെൻ്റ് എന്ന് പറയുന്നത്. ഭക്തി മൊമെൻ്റ് ലക്ഷ്യം വെക്കുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയെ എങ്ങനെ കൃത്യമായി വ്യാഖ്യാനിക്കാം. അവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഒരു ടീച്ചർ മാത്രമല്ല, ധർമ്മം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ മാത്രമല്ല, ദ സുപ്രീം ബിലോവഡാണ്. നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹിതനായിട്ടുള്ള ഒരാളായിട്ടാണ് അവർ ശ്രീകൃഷ്ണനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനിയും അർജുനൻ കൃഷ്ണൻ്റെ മുമ്പിൽ തന്നെ സമർപ്പിക്കുമ്പോൾ അത് കാണുന്നത് പാത്ത് ഓഫ് ഭക്തിയാണ്, ഡിവോഷനാണ്. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഭക്തി എന്ന് പറയുന്നത്, പാത്ത് ഓഫ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിയുടെ വഴി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മുതിർന്നവരെ ബഹുമാനിക്കുക, തങ്ങളെക്കാളും പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ തങ്ങളെക്കാളും സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളെ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ബഹുമാനം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ ഒരു ആളുകളെ അംഗീകരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഒത്തിരി പുറകിലാണ്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പോലും ഇന്ന് താല്പര്യമുള്ള ഒരു കാര്യമല്ല. നമ്മളൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം റിലീജിയസ് മതപരമായ വായനയിലൂടെ നമ്മുടെ ഉള്ളിൽ ഡിവോഷൻ ഉണ്ടാകുകയും ഭക്തി ഉണ്ടാകുകയും ആ ഭക്തിയുടെ ഭാഗമായി സഹജീവികളെ മനസ്സിലാക്കി അവരോട് അനുവർത്തിക്കേണ്ടുന്ന രീതിയിൽ പെരുമാറാനും നമുക്ക് കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ മീരാഭായിയുടെ പാട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എപ്പോഴും കൃഷ്ണസ്തുതികൾ പാടി നടന്ന ഒരാളായിരുന്നു മീരാഭായി. തുളസീദാസിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ തുളസീദാസ് രാമായണത്തെ കൃത്യമായി വ്യാഖ്യാനിച്ചിരുന്നു. ആസ് എ ഡിവൈൻ ലവ് സ്റ്റോറി, ദൈവികമായ ഒരു പ്രണയകാവ്യമായിട്ടാണ് തുളസീദാസ് രാമായണത്തെ വ്യാഖ്യാനിച്ചിരുന്നത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന സെയിൻറ്റുകളായിട്ടുള്ള 2 പേരായിരുന്നു അൽവോർസ് ആൻഡ് നായനാസ്. അവർ തമിഴ് സ്ക്രിപ്റ്റേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഡിവൈൻ ലവിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുള്ള പ്രത്യക്ഷമായ എക്സ്പ്രഷൻസിനെ പറ്റിയാണ് അവരുടെ പാട്ടുകളിലൊക്കെ അവർ കൃത്യമായി ആ പാട്ടുകളെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ജീസസിനെ സേവിയർ ആൻഡ് ഫ്രണ്ടായി കരുതുന്നു, രക്ഷകനായി, സുഹൃത്തായി, സ്നേഹിതനായി കാണുന്നു. ബൈബിളിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് സ്നേഹത്തിൻ്റെ ലെൻസ് വെച്ചുകൊണ്ടാണ്, കരുണയുടെ ലെൻസ് വെച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ വ്യക്തിപരമായ രക്ഷയുടെ ലെൻസ് വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മൾ സ്ക്രിപ്ചർ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭക്തി വളർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ സങ്കീർത്തനങ്ങൾ നമ്മുടെ ആരാധനകളിൽ കൂടുതൽ വായിക്കാറുണ്ട്. സുവിശേഷങ്ങൾ നമ്മൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയുടെ ഭാഗമായി നമുക്കത് വായിക്കാനായിട്ട് കഴിയും. ഇനി ഇസ്ലാമിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഡിവോഷണൽ ഇൻ്റർപ്രിട്ടേഷൻ ശരിക്കും ആ സൂഫിസത്തിലാണ് കാണുന്നത്. സൂഫിസം എന്ന് പറയുന്നത് മിസ്റ്റിക്കൽ ട്രഡീഷൻ ഓഫ് ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ ഒരു മിസ്റ്റിക്കൽ ട്രഡീഷനാണ് സൂഫിസം എന്ന് പറയുന്നത്. ഖുറാനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഡയറക്റ്റ് മെസ്സേജ് ഫ്രം ദ ബിലോവഡ്, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള മെസ്സേജായിട്ട് നമ്മൾ ഖുറാനെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാം ഫോക്കസ് ഓൺ ഡിവൈൻ ബ്യൂട്ടി, ലവ് ആൻഡ് യൂണിയൻ വിത്ത് ഗാഡ്, ദൈവിക സൗന്ദര്യം, അതുപോലെ തന്നെ സ്നേഹം, ദൈവവുമായിട്ടുള്ള ഐക്യം, ഇതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്നു. റൂമിയുടെ കവിതകൾ ശരിക്കും ഒരു ക്ലാസിക് ഡിവോഷണൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡിവൈൻ ട്രൂത്ത്സ് ആണ്. ശരിക്കും ദൈവികമായ സത്യങ്ങളുടെ ഒരു ഭക്തിപുരസരമായ
വ്യാഖ്യാനങ്ങളായിട്ടും നമുക്ക് അവരുടെ കവിതകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ ഓരോ റിലീജിയസ് ടെക്സ്റ്റിനെയും നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിനെ അലിഗോറിക്കലി വായിക്കാൻ കഴിയും. അലിഗോറിയുടെ ലെൻസ് വെച്ച് നമുക്ക് വായിക്കാൻ കഴിയും. അലിഗോറിയുടെ ലെൻസ് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇന്നർ മീനിങ് ആണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ മീനിങ് ആണ് നമുക്ക് ലഭിക്കുന്നത്, സിംബൽസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ നമ്മളോട് പറയുന്നത് നമ്മൾ ഈ പുസ്തകങ്ങളെയൊക്കെ വായിക്കുന്നത് നമ്മളുടെ വ്യക്തിപരമായ ഭക്തിയെ വളർത്താൻ വേണ്ടി മാത്രമാണ്.